كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات فأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയ പവിത്രമായ ഈ മാസത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ഓരോ നിമിഷവും വളരെ കരുതലോടെ ജാഗ്രതയോടെ മത്സരബുദ്ധിയോടുകൂടി അഅ്മാലു സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കണം എന്ന് എന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. വളരെ വേഗം ഒരു മാസം നമ്മിൽ നിന്ന് യാത്രയാകും. ഈ ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ട് പലരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തോടുകൂടി റമദാൻ അവസാനിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മുസ്ലിം സമുദായത്തിൽ പൊതുവെ എങ്ങനെയാണ്, 27 പിന്നെ അവസാനത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ പിന്നെ റമദാനില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. ആ കൂട്ടത്തിലല്ല നമ്മൾ. എന്നാൽ തന്നെയും ഇവിടെ നിന്നുകൊണ്ട് ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ദിവസം നമുക്ക് അനുഗ്രഹിച്ച് നൽകി. നോമ്പെടുക്കാൻ കഴിയാത്ത ഒരുപാട് സാധുക്കൾ, രോഗികളും മറ്റുള്ള കഴിവില്ലാത്തവരുമൊക്കെയുണ്ട് ശാരീരികമായി. നമുക്ക് അല്ലാഹു നോമ്പ് നോൽക്കാൻ അവസരം നൽകി. ആ നോമ്പുകൾ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ നമുക്കായിട്ടുണ്ടോ എന്നിപ്പോൾ പരിശോധിക്കണം. ഇനിയുള്ള സമയങ്ങളൊക്കെയും ഈ പരിശോധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. ശവ്വാലിൻ്റെ അമ്പിളി കാണുന്നത് വരെ പരിശോധിക്കില്ല, പരിശോധിച്ച് തിരുത്തലുകൾക്കുള്ള സമയം. അള്ളാഹുവിനോടുള്ള ബന്ധം നന്നാകുന്നത് എപ്പോഴാണ്? അള്ളാഹുവോട് നമ്മൾ കൂടുതൽ അടുക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവോടുള്ള കരാറുകൾ നന്നായി പൂർത്തീകരിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും മുന്നേറുമ്പോഴാണത്. ഈ ദിവസങ്ങളിലൊക്കെയും അത്തരത്തിലുള്ള ഒരു നല്ല മനസ്സോടുകൂടി സൽക്കർമ്മങ്ങളിൽ മുന്നിട്ട് പായുകയായിരുന്നു, നമ്മൾ കുതിക്കുകയായിരുന്നു. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ വലിയ ചിട്ടയുണ്ടായിരുന്നു. ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ജാഗ്രത പുലർത്തിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥയിൽ എന്നിട്ടും അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം കുറെ കൂടി ഊഷ്മളമാവുകയും ദൃഢമാവുകയും ചെയ്തിട്ടുണ്ടോ, സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ എന്നാലോചിക്കണം. ഖുർആൻ ഇറങ്ങിയൊരു മാസമായതുകൊണ്ടാണ് റമദാൻ നമ്മൾ ആചരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ തിരഞ്ഞെടുത്തതും ആ ഖുർആനിൻ്റെ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മളിരുന്നു. ഖുർആൻ മനസ്സിലാക്കാനുള്ള ഒരുപാട് ആവേശം നമ്മൾ കാണിച്ചു. വിശുദ്ധ ഖുർആൻ സുന്ദരമായി പാരായണം ചെയ്യുന്നതിൽ നമ്മൾ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു. എന്നാൽ ഈ ഖുർആനിൻ്റെ മാധുര്യം, അതിൻ്റെ ഹലാവത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആയോ എന്നതും നമ്മൾ ആലോചിക്കണം. ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സങ്കടപ്പെടേണ്ടതുണ്ട്, ചില സ്ഥലങ്ങളിൽ നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായ വികാരങ്ങളിലൂടെ കടന്നു പോകണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ. അതിന് നമുക്ക് സാധിച്ചു.
അതിൽ നമുക്ക് സാധിക്കാതിരുന്നത് ഭാഷ അറിയാത്തത് കൊണ്ടാണെങ്കിൽ അതൊരു പോരായ്മയായി തന്നെ കാണണം. പരിഭാഷകളിലൂടെ കടന്നു പോകണം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കൊപ്പം എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അള്ളാഹുവിൻ്റെ കലാം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, എന്നോടും നിങ്ങളോടുമുള്ള. ആ സംസാരം നമുക്ക് മരണം വരെ മനസ്സിലാകുന്നില്ല എന്നൊരു അവസ്ഥയിൽ തന്നെ നിൽക്കരുത്. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയണം. നമുക്ക് വേണ്ടി നോമ്പ് പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമോ, നമുക്ക് പ്രതികൂലമായി സാക്ഷി പറയുമോ എന്ന ബേജാറിലാണ് വിശ്വാസികൾ ഇപ്പോൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ മനസ്സിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്നൊരു വല്ലാത്ത അവസ്ഥയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹജീവികളോട്, നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളോട് ഈ റമദാനിലെ ഇത്രയും ദിവസം നോമ്പ് നോക്കിയിട്ട് അവരോട് വിട്ടുവീഴ്ച ചെയ്യാനും അവർക്ക് മാപ്പാക്കി കൊടുക്കുവാനുമുള്ള ഒരു വിശാലമായ മനസ്സ് വന്നു കിട്ടിയോ ഇല്ലേ? ഇങ്ങനെയുള്ള കുറേ ആത്മപരിശോധനകൾ നടത്തുക ഒന്നാമതായി. രണ്ടാമതായി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അമലുകൾ ചെയ്താൽ പോരല്ലോ, ആ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലായിരുന്നു ബേജാറുണ്ടായിരുന്നത് വിശ്വാസികൾക്ക്. അതാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ പറയുന്നത്. വല്ലാത്ത വെപ്രാളം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നറിയാഞ്ഞിട്ടാണ്. സ്വീകരിക്കാതെ പോയാലോ എന്ന പേടിയാണ്. ഈ പേടി നിലനിർത്തണം. നമ്മൾ അമലുകൾ ചെയ്യുന്നു, ആ അമലുകൾ റബ്ബേ നീ സ്വീകരിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒക്കെ പ്രാർത്ഥിച്ച പോലെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വസലാത്തനാ വദുആഅനാ വസായിരി അഅമാലിനാ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ മറ്റെല്ലാ ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങൾ എല്ലാം തമ്പുരാനെ നീ സ്വീകരിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. സ്വീകരിക്കുക മാത്രം പോരാ, അതിൻ്റെ കൂലി പരലോകത്തേക്ക് ബാക്കി വെച്ചേക്കണമേ തമ്പുരാനെ എന്നുകൂടി പ്രാർത്ഥിക്കണം. നമ്മുടെ വിശ്വാസം ശരിയാകാതെ പോയാൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂലി അള്ളാഹു അനുഗ്രഹങ്ങളായി, നിഅമത്തുകളായി, ഫളലുകളായി ഈ ദുനിയാവിൽ തിന്നു തീർക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിൽ കലാശിക്കും എന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അനുഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള ആളുകൾ നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഇഫ്താർ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ, നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ, അദ്ദേഹത്തിൻ്റെ എന്നല്ല കൂടെയുള്ളവരുടെ കൈയും ഭക്ഷണ തളികയിലേക്ക് നീളുന്നില്ല. എന്ന വിശുദ്ധ ഖുർആനിലെ ചെറിയ ആയത്തോതി കരയുകയാണവർ. അവർ പറഞ്ഞത്, നമ്മളോടൊപ്പം ജീവിച്ചതാണ് യാസർ കുടുംബവും ബിലാലും അമ്മാറും ഒക്കെയും. പ്രവാചകൻ നമ്മളോടൊപ്പം ജീവിച്ചതാണ്. അടുപ്പിൽ തീപ്പുകയാത്ത ഒട്ടേറെ ദിനങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന പൂർവികരായ സഹാബത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കറിയാവുന്നതാണ്. അവർ സ്വർഗം ഉറപ്പാക്കി കടന്നുപോയി. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും കുറേ വർഷങ്ങൾ ജീവിപ്പിച്ചത് നമ്മളൊക്കെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ കൂലി ഈ ലോകത്ത് തന്നെ തന്നു തീർത്ത് നമുക്ക് പരലോകത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടാക്കി കളയുമോ എന്ന ഭയം കൊണ്ട് കരഞ്ഞിരുന്ന സഹാബികൾ. ഇങ്ങനെ കരയാനാവണം വിശ്വാസികൾക്ക്. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ട് ഒരു വല്ലാത്ത മാനസികാവസ്ഥ രൂപപ്പെടുത്താനാവണം. വല്ലാത്തൊരു ഒഴിപ്പിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത്. ഞങ്ങളാരും അവിടെ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് അവിടെ ഉണ്ടാവുക? നിങ്ങളൊന്നും അവിടെ ഇല്ലടോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമാണ് അവിടെ എന്ന് ഈ ജൂതന്മാരും നസ്രാണികളും പറഞ്ഞ പോലെ പറയുന്ന ഒരവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. ഒരാളോടും നിനക്ക് അല്ലാഹു കൊടുത്തു തരില്ലെന്ന് പറയണ്ട, നീ നരകത്തിലാണ് എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞ രണ്ടാളുകളുടെ കഥ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രവാചകൻ.
ആരെക്കുറിച്ചായിരുന്നു നീ എത്തില്ല, നിനക്കല്ല പുറത്തുവരാനൊന്നും പോകുന്നില്ല, നീ സ്വർഗത്തിലൊന്നും കിടക്കാൻ പോകുന്നില്ല എന്ന് ഊക്കോടെ മറ്റവൻ പറഞ്ഞിരുന്നത് രണ്ടാളെയും വിചാരണയ്ക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇയാൾ കുറ്റപ്പെടുത്തുന്ന കക്ഷിയോട് സ്വർഗത്തിലേക്ക് കയറിപ്പോവാൻ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റേയാളോട് പറഞ്ഞ എന്താണെന്നറിയോ? നിന്നെ ആരേൽപ്പിച്ചടോ എന്റെ സ്ഥാനത്ത് നിന്ന് ഇവന് വിധി പറയാൻ? സ്വർഗവും നരകവും നൽകുന്നത് ഞാനല്ലേ? നിന്നെ ആരേൽപ്പിച്ചു ആ ജോലി ദുനിയാവിൽ? മലക്കുകളോട് അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് വായിക്കേണ്ടത്. ബേജാർ എപ്പോഴും ഉണ്ടാവേണ്ടത് അവനവനെ കുറിച്ചാണ്. ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും സ്വർഗത്തിലാണ്. ഒരാൾ ഒഴികെ എന്ന് പറഞ്ഞാൽ ആ ഒരാൾ ഞാനായിരിക്കുമോ എന്ന് പേടിച്ച് കരഞ്ഞിരുന്ന ഉമർ ബിൻ ഖത്താബിനെ മറന്നു പോവാതിരിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മറന്നു പോവാതിരിക്കുക, ഖബറുകൾ ചെന്നിരുന്ന താടിരോമം നനയുമാറ് കരഞ്ഞിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാനെ മറന്നു പോവാതിരിക്കുക. പൂർവികരായ ആളുകൾ ഞങ്ങളൊക്കെ സ്വർഗത്തിന്റെ ഒത്ത നടുവിലാണ് എന്ന വജ്ജിബ് കാണിച്ചവരല്ല. അല്ലാഹുവേ, എങ്ങനെയെങ്കിലും നമുക്ക് സ്വർഗത്തിലെത്തിയാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചവരാണ്. ആ പ്രാർത്ഥനയാണ് ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങളിൽ എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ നിന്നുണ്ടാവേണ്ടത്. കുറെ കൂടി ഞാനും നിങ്ങളും വിനയാന്വിതരാവുക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആത്മാനിയന്ത്രണം പാലിക്കുക. നമ്മളൊരു യാത്രക്കാരാണ് ഈ ദുനിയാവിൽ. ഈ യാത്ര പരലോകത്തേക്കുള്ള യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്ര. ആ യാത്രയിൽ നമ്മൾ കുറെ കൂടി എന്താവണം എന്നറിയോ? ആത്മനിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ വാഹനത്തിൽ നമ്മൾ നോമ്പ് അതുപോലെയുള്ള സംഗതികൾ, ആരാധനകളും ഇന്ധനങ്ങളായി നിറച്ചിട്ടുണ്ട്. തഖ്വയാണ് നമ്മുടെ ഏറ്റവും മികച്ച ഇന്ധനം. ആ തഖ്വയാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിച്ചത്. പരാജയപ്പെട്ടുവോ എന്ന് പരിശോധിക്കണം. നമ്മൾ ഒരു വാഹനത്തിലേറി റൂട്ട് നിശ്ചയിച്ചു പോകുന്നു. ആ റൂട്ടൊരിക്കലും തെറ്റരുത്. ഒരു വരയാണ്, നേർരേഖയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വരച്ചിട്ട് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വരകൾ വരച്ചു പറഞ്ഞു, ഇങ്ങനെയായിരിക്കും മനുഷ്യൻ ഈ നേർരേഖയിലൂടെ പോയാൽ അവന്റെ സ്വർഗത്തിലെത്താം. ഒരുപാട് വഴികൾ ആളുകൾ മുമ്പിൽ കാണിച്ചിരുന്നുണ്ട്. ഒരുപാട് ഇസങ്ങൾ, ഒരുപാട് സംഘങ്ങൾ, ഒരുപാട് സംഘടനകൾ, ഒരുപാട് മെമ്പർഷിപ്പുകൾ. ആളുകളൊക്കെയും പിടിച്ചു വലിച്ച് ഓരോ ഭാഗത്തേക്ക് ആളുകളെ കക്ഷിയായി ചേർത്ത് വെക്കുമ്പോ ആ കക്ഷിത്വത്തിന്റെ പേരിൽ ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആളുകൾ തെറ്റി പോകുന്നുണ്ട് എന്നത് മറക്കാതിരിക്കുക. ആവേശത്തിന്റെ പേരിൽ, ന്യായീകരണത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് ആളുകൾ ന്യായീകരിക്കേണ്ടി വരുന്നത്? അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമൊക്കെ അവഗണിക്കുകയും എന്നിട്ട് അവനവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ നാവിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യേണ്ട വല്ലാത്തൊരു ഗതികേടിൽ നമ്മുടെ ഉമ്മത്ത് എത്തിപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ കേരളത്തിന്റെ കഥയാണ് പറയുന്നത്, പുറത്തുമുള്ളതല്ല. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പിൽ ഈ റൂട്ട് കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. എക്സ്പ്രസ് ഹൈവേയിലൂടെയല്ല സ്വർഗത്തിലേക്കുള്ള യാത്ര. പരീക്ഷണങ്ങളുണ്ടാകും, അള്ളാഹു കണ്ണീര് പിടിപ്പിക്കും. ആ സമയത്തൊക്കെ ക്ഷമ കൊണ്ട് നേരിടാനുള്ള കരുത്ത് ഈ നോമ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുമ്പോഴും ഉണ്ടാകും. അതിൽ നിന്ന് ആളുകൾ കൊക്കയിട്ട് വലിക്കും, ഉന്തി തള്ളിയിടും അപ്പുറത്തേക്ക്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫത്തബിഊഹു, ആ പാത മാത്രം പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, ഒരുപാട് പാതകൾ നിങ്ങൾ കാണും, സരണികൾ, അങ്ങോട്ടൊന്നും പോവണ്ട, നിങ്ങളുടെ വഴി വെച്ചു പോകും എന്ന് സൂചിപ്പിക്കുന്നു. നമ്മുടെ മുമ്പിൽ രണ്ട് ശത്രുക്കളുണ്ട്. ഒന്ന് നമ്മുടെ ദേഹേച്ഛ തന്നെയാണ്. ആ നഫ്സിനെയാണ് ശരിയാക്കാൻ നമ്മൾ ഇത്രയും നാൾ പാടുപെട്ടത്. അതിൻ്റെ ഒരു പരിശീലനവും അതിനുള്ളൊരു ട്രെയിനിങ്ങും അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ്ടോടാണ്ട് നമ്മളോട് എടുപ്പിക്കുന്നുണ്ട്. അതാണ് ഈ നോമ്പ്. രണ്ട് ഭാവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ ഇട്ടു തന്നിട്ടുണ്ട്.
തഖ്വയുടെ ഭാവങ്ങൾ പരിപോഷിപ്പിക്കുകയും ഫുജൂറിന്റെ ഭാവങ്ങളെ തളർത്തിക്കളയുകയും ചെയ്യുക എന്ന ജോലി, ശ്രമകരമായ ജോലി, ഇബാദത്തുകൾ നിരന്തരം ജീവിതത്തിൽ തുടർത്തിക്കൊണ്ട് ഞാനും നിങ്ങളും കാണിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലും ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട പിശാചുക്കളെയാണ് ഈ വഴികളിൽ നിന്ന് തെറ്റിപ്പോകുന്നിടത്ത് നമ്മൾ നന്നായി പേടിക്കേണ്ടത്. കരുതലോടെ മുമ്പോട്ട് പോകണം. മരണം എത്തുന്നത് വരെ, മരണം വരുന്നത് വരെ, മരിച്ചു പിരിയുന്നത് വരെ ഓരോ നിമിഷവും എന്നെ തെറ്റിക്കാൻ ഇടവും വലവും പിശാചുക്കളുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെ ജീവിക്കണം. അല്ലാതിരുന്നാൽ തോറ്റുപോകും. മറ്റൊന്ന്, അതിനേക്കാൾ ഗൗരവത്തിൽ എനിക്കൊരു മനസ്സുണ്ട്, തിന്മ മാത്രം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ എനിക്ക് സ്ഫുടം ചെയ്തെടുക്കണം എന്ന് ഉണ്ടാക്കണം. നോമ്പ് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട്, തർക്കമേതുമില്ല. നമ്മുടെ അകവും പുറവും നോമ്പ് ഇപ്പോൾ ശുദ്ധീകരിച്ചു വെച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ ഇബാദത്തുകളിലൂടെ നമ്മൾ നല്ല മൂല്യബോധമുള്ളവരായി മാറിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. നമ്മുടെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഈ 27 ദിവസം കൊണ്ട്. ഇനിയുള്ള നാളുകളിൽ എങ്ങനെയാകുമെന്ന് ആലോചിക്കണം. വിനയവും കാരുണ്യവും ക്ഷമയും വിട്ടുവീഴ്ചയും എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഏറെക്കുറെ അത് നമ്മൾ അഭ്യസിച്ചിങ്ങനെ വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വിപരീതമായ കോപം, പക, അസൂയ അങ്ങനെയുള്ള സംഗതികൾ മനസ്സിൽ നിന്ന് പടിയിറക്കി വെക്കാൻ നമുക്കായി. ഇത് എനിക്കും നിങ്ങൾക്കും ആവുമെന്ന് നമ്മൾ തെളിയിച്ചു. പകയില്ലാതെ ജീവിക്കാൻ, അസൂയയില്ലാതെ ജീവിക്കാൻ, ദേഷ്യം പിടിക്കാതെ ജീവിക്കുവാൻ, വിദ്വേഷമില്ലാതെ ജീവിക്കുവാൻ നമുക്കാവും എന്ന് റമളാൻ കാണിച്ചു തന്നു. ഇത് തുറത്തിക്കൊണ്ടുപോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമോ ഇല്ലേ? സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ റമളാനിന് എന്തർത്ഥം? അതുകൊണ്ട് ഈമാനിനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഈമാൻ നമ്മുടെ വസ്ത്രം ദ്രവിച്ചു പോകുന്ന പോലെ, തുരുമ്പിപ്പോകുന്ന പോലെ, നശിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ നെഞ്ചകത്ത് നിന്ന്, മനസ്സിൽ നിന്ന് ഈമാനും ദുർബലപ്പെട്ടു പോകും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അൽ ഈമാൻ യസീദു വയൻഖുസ്. അതിങ്ങനെ ഉയരുന്ന സന്ദർഭങ്ങളുണ്ടാകും, തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിങ്ങനെ കൂടി വരും. നമ്മൾ അവനമനുഷ്യത്തിലേക്ക് ഉൾവലിഞ്ഞ് ചേരാട്ടയെ പോലെ മടങ്ങിക്കിടന്ന് ഞാനും എൻ്റെ കുടുംബവും എന്ന വല്ലാത്തൊരു വൃത്തത്തിലേക്ക് ചുരുങ്ങി പോകുമ്പോൾ, സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നത് എനിക്ക് ബാധകമേ അല്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ചോർന്നു പോകും. റമളാനിൽ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ സംസ്കാര സമ്പന്നരായി മാറിയിട്ടുണ്ട്. അങ്ങനെ ആവണം. നമ്മുടെ വാക്കുകളിൽ നമ്മൾ സംസ്കാര സമ്പന്നരാവണം. നമ്മുടെ നിലപാടുകളിൽ നമ്മൾ സംസ്കാരമുള്ളവരാവണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വൃത്തിയുള്ളവരാവണം. നമ്മുടെ ആഹാരപാനീയങ്ങളിൽ നമ്മൾ ആ സംസ്കാരം കീപ്പ് ചെയ്യണം. നമ്മുടെ സമയബോധത്തിൽ നമ്മൾ ആ സംസ്കാരം കീപ്പ് ചെയ്യണം. നമ്മുടെ ആശയവിനിമയത്തിൽ നമ്മളത് കീപ്പ് ചെയ്യണം. ഇതെല്ലാം നോമ്പിലൂടെ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. നോമ്പിന് എത്ര കൃത്യമായിരുന്നു നമ്മൾ അലാറം വെച്ച് കൃത്യമായി എണീക്കുന്നു, അലാറം വെച്ച് കൃത്യമായി പള്ളിയിലേക്ക് വരുന്നു, അലാറം വെച്ച് തന്നെ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ശ്രദ്ധയുണ്ടായിരുന്നു. ഇഖാമത്തിന് പള്ളിയിലെത്താൻ എത്ര മിനിറ്റ് മുമ്പ് എൻ്റെ അലാറം അടിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഓരോന്നും ഇത്രമേൽ ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യേണ്ട മറ്റൊരു മതവുമില്ല. സമയത്തിന്റെ മൂല്യം പറഞ്ഞു നിന്ന മറ്റൊരു പ്രത്യയശാസ്ത്രങ്ങളില്ല. നമ്മളാണ് അത് നിലനിർത്തേണ്ട ആളുകൾ. അതുപോലെ തന്നെ ഇഫ്താർ, മീറ്റുകൾ, ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ നമ്മൾ സാമൂഹ്യ ബോധമുള്ളവർ ആളുകളായി മാറി. അള്ളാഹു ഏൽപ്പിച്ച അമാനത്തിന്റെ എല്ലാ ഈ ഊടുവഴികളിലൂടെയും ഞാനും നിങ്ങളും നടന്നുപോയി. ഈ റമളാൻ നമുക്ക് സമ്മാനിച്ച വല്ലാത്തൊരു സംഗതികളാണത്. അത് നിലനിർത്തണം പ്രിയപ്പെട്ടവരെ, നിലനിർത്തണം. ശവ്വാലിന്റെ അമ്പിളി കണ്ടാൽ നമ്മൾ പഴയത് തന്നെ എന്ന് വന്നുകൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അലസത വെടിയണം. ആലസ്യം വല്ലാതുണ്ട്. എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഓതാൻ നമ്മൾ ഇനിയും സമയം കണ്ടെത്തണം. സുന്നത്ത് നമസ്കാരങ്ങളിൽ കാണിച്ചിരുന്ന താല്പര്യം, ഖിയാമുൽ ലൈലിൽ കാണിച്ചിരുന്ന താല്പര്യം, ഇതൊന്നും ഈ ശവ്വാലോടുകൂടി അവസാനിപ്പിക്കേണ്ടതില്ല.
അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന കരാറുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ദുനിയാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളുടെ കാൽപാദങ്ങൾ ഉറച്ചു നിർത്തും, മനസ്സിനെയും ഉറപ്പിച്ചു നിർത്തും. ബലിഷ്ഠമായ കരുത്തുറ്റ ഒരു മനസ്സിന്റെ ഉടമയാവാൻ നമുക്ക് സാധിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കരുത്തുറ്റ വചനത്തോടൊപ്പം മുട്ടി നിൽക്കുമ്പോൾ. അതിനെ അവഗണിച്ചു കൊണ്ടുപോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നിന്റെ മതത്തിൽ എൻ്റെ മനസ്സിനെ നീ ഉറപ്പിച്ച് നിർത്തണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം. നോമ്പിലൂടെ നമ്മൾ ഒരുപാട് നന്മകൾ നേടിയെടുത്തു. ആ നന്മകളെല്ലാം ശവ്വാലോടുകൂടി നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് വിനീതമായി അപേക്ഷിക്കാനുള്ളത്. ഞാൻ ഓതി വെച്ചിരുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ 266 ആയത്താണ്. ഈ ആയത്ത് അയവദ്ദു അഹദുക്കും, നിങ്ങളാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അൻ തകൂന ലഹു ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ, ഈന്തപ്പനകളും മുന്തിരിവള്ളികളുമുള്ള മനോഹരമായ തോട്ടം ഒരാൾക്കുണ്ടാവുക. അതിൻ്റെ താഴ്ഭാഗത്തുകൂടി തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി ഇങ്ങനെ നല്ല അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ വിഭവങ്ങളും ഉണ്ടതിൽ, എല്ലാ കായ്കനികളും ഉണ്ടതിൽ. അങ്ങനെയുള്ളൊരു തോട്ടം നിങ്ങൾ മനസ്സിൽ കാണുക. വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും. എന്നിട്ട് വഅസാബഹുൽ കിബർ, ഈ തോട്ടത്തിന്റെ മുതലാളിക്ക് വാർദ്ധക്യം പ്രാപിക്കുന്നു. വലഹു ദുർരിയത്തുൻ ളഅഫാ, ദുർബലരായ, ഇതൊന്നും സംരക്ഷിക്കുവാനുള്ള കെൽപ്പോ ശേഷിയോ ഇല്ലാത്ത ദുർബലരായ സന്താനങ്ങളാണുള്ളത്. ആ സന്ദർഭത്തിൽ അങ്ങേ തീയോട് കൂടിയ ഒരു ചുഴലിക്കാറ്റ്, കാലിഫോർണിയയിൽ അടിച്ച കാറ്റ് നമ്മൾ മറന്നിട്ടില്ലല്ലോ, അതുപോലെ ഒരു കാറ്റടിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. നിന്ന് കത്തിയ തോട്ടം മുഴുവനും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനെ, അദ്ദേഹത്തോടൊപ്പം പ്രവാചകനോടൊപ്പം ജീവിച്ച സഹാബികളെ മദീനത്തെ പള്ളിയിൽ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ഫീമൻ തറൗന ഹാദിഹിൽ ആയ, ഈ ആയത്ത് ആർക്കിറങ്ങി, ഇതിന്റെ സബബുൻ നുസൂൽ എന്താണ്, ആരെക്കുറിച്ചാണ് ഇത് ചർച്ച ചെയ്തത്, ഏതാണിത് വിഷയം എന്ന് പറഞ്ഞു തരാൻ കേൾപ്പുള്ള ആരാണ് എൻ്റെ മുമ്പിലുള്ളത്? അപ്പൊ അവർ പറഞ്ഞു അല്ലാഹു റസൂലുഹു ആലം. അങ്ങനെ പറയാനാണ് അവരുടെ ശീലം. അല്ലാഹു റസൂലിനും അറിയാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ദേഷ്യം പിടിച്ചു. ഖൂലു നഅലം ഔ ലാ നഅലം, ഞങ്ങൾക്കറിയാമെന്നോ അറിയില്ലെന്നോ പറ. ഒന്നുകിൽ അറിയുമെന്ന് പറ, അല്ലെങ്കിൽ അറിയില്ലെന്ന് പറ. അള്ളാഹുവിന്റെ കിതാബിലെ ഒരായത്ത് അല്ലാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞ് തള്ളേണ്ടതല്ല. നിങ്ങൾക്കത് പഠിക്കേണ്ട ബാധ്യതയില്ലേ? നമുക്ക് അത് പഠിക്കേണ്ട ബാധ്യതയില്ലേ? ഉമർ റളിയല്ലാഹു തആല കൃത്യമായി ചോദിക്കുന്നു. അറിയില്ലെന്ന് പറയാ കാലാകാലം. അപ്പോ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറഞ്ഞു, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഉമർ പറഞ്ഞോളൂ, നീ ആരെ പേടിക്കുന്നത് പറയൂ പറഞ്ഞു. അദ്ദേഹം പറയും, നോക്കൂ, ലിഅമലി റജുലിൻ വലിയ്യിൻ, ഒരു വലിയായ മനുഷ്യന്റെ അമലാണ് ഉമർ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യഅമൽ ബിതാഅത്തില്ലാഹ്, അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി അയാൾ ഒരുപാട് അമലുകൾ ചെയ്തു. ഒരു മനുഷ്യൻ ഒരുപാട് അമലുകൾ ചെയ്തു. സുമ്മ ബഅസല്ലാഹു ലഹു ശൈത്താൻ, കുറേ അമലുകൾ ചെയ്തു കുറേ കാലം ജീവിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കൊരു പിശാചിനെ ഏർപ്പാടാക്കി. ഫഅമില ഫിൽ മആസി ഹത്താ അഹ്റഖ അമലുഹു, നേരത്തെ ചെയ്തു പോയിരുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും കരിച്ചു കളയാൻ പാകത്തിന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. ഇതാണ് ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന്. ഇവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. കാലം മാറുകയാണ്. നമ്മൾ ന്യൂ ജനറേഷനെ മാത്രം കുറ്റം പറയുന്നു. അവർ മാത്രമായിരിക്കില്ല തെറ്റിപ്പോവുക.
കാലം ഇങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എങ്കിൽ ഈ ദീനിൽ നമുക്ക് കൃത്യമായി വ്യക്തമായി സന്തോഷപൂർവ്വം അഅ്മാലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നിടത്തു നിന്ന് നമ്മൾ പലരും പിന്നോട്ട് പോകും. അത്രമേൽ ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കൾ നമ്മുടെ ചുറ്റും വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് മറക്കാതിരിക്കുക. റമളാൻ തീരുന്നതെന്ന സന്ദർഭത്തിൽ സഹാബത്ത് അടുത്ത 6 മാസം ഈ റമളാനിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്താതിരിക്കുവാനും അതിൻ്റെ ചൈതന്യം നിലനിർത്താനും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 6 മാസം കഴിഞ്ഞാൽ അവർ അടുത്ത റമളാൻ വേഗത്തിൽ വരാൻ വേണ്ടിയിട്ട് ആ അടുത്ത റമളാനിൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. റമളാൻ ആണ്ടിൽ 12 മാസവും അവരുടെ സജീവ ശ്രദ്ധയിലുണ്ടായിരുന്നു എന്ന് ചുരുക്കം. അങ്ങനെയാണ് റമളാനെ നമ്മൾ യാത്രയാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും തഖ്വ കൂടി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ട് കുറച്ചുകൂടി നന്നായി ജീവിക്കാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. റമളാൻ അവസാനത്തിലെത്തി നിൽക്കുന്നു. റമളാൻ വന്നത് കാരുണ്യമായിട്ടാണ്, കാരുണ്യം കൊണ്ടാണ്. റമളാൻ തിരിച്ചു പോകുന്നതും അതേ കാരുണ്യവും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാരുണ്യം മുഴുവൻ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇപ്പോഴും കാരുണ്യമാണ്. ഈ ഓരോ സെക്കൻഡുകളും പോകുമ്പോൾ അതിൽ വർദ്ധിച്ച് വരികയെന്നല്ലാതെ കുറയുന്നില്ല. ഇതുവരെ അലസത കാണിച്ച ആളുകൾക്ക് ഇനിയും സമയമുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴുള്ളൊരു കുതിപ്പുണ്ട് സാധാരണ. ആ കുതിപ്പിന് ഇനിയും സമയമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് സക്കാത്തുൽ ഫിത്ർ നൽകുക എന്നതാണ്. സക്കാത്തുൽ ഫിത്ർ നമ്മുടെ നോമ്പിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിക്കാനുള്ള തുഹറത്തൻ ലിസ്സാഇം മിനല്ലാഹി വറഫത്ത്, റഫത്തിൽ നിന്നും ലാവിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കാത്ത ആളുകളുടെ പട്ടിണി എനിക്ക് വേണ്ട എന്നൊരു ഹദീസുണ്ടല്ലോ ഖുദ്സിയായ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരു പരിഹാരവും കൂടി അതിന് വെക്കുക. അഥവാ സംഭവിച്ചു പോയെങ്കിൽ സത്യവിശ്വാസികളായ ആളുകളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പോരായ്മകൾ എത്ര കണ്ട് പൊറുക്കാൻ കഴിയുമോ അത്ര കണ്ട് പൊറുക്കാനുള്ള സാധ്യതയും സാഹചര്യവുമാണ് അള്ളാഹു ഒരുക്കി വെക്കുന്നത്. നിങ്ങൾ ഫിത്ർ സക്കാത്ത് നൽകുക, നിങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വതുഅ്മത്തൻ മസാക്കീൻ, നാട്ടിലെ പാവങ്ങൾക്ക്, മിസ്കീനുമാരായ ആളുകൾക്ക് അത് ഭക്ഷണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളത് ചെയ്യണം. സക്കാത്തുൽ ഫിത്ർ, സദഖത്തുൽ ഫിത്ർ എന്ന പേരിട്ട് വിളിക്കുന്ന ഈ ധർമ്മം നിർബന്ധമായൊരു സംഗതിയാണ്, ഫറളാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ ഇങ്ങനെ പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംർ ഔ സാഅൻ മിൻ ശഈർ അലൽ അബ്ദി വൽ ഹുർരി വൽ ദകരി വൽ ഉൻസ വസ്സഗീരി വൽ കബീരി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചെറിയവനും വലിയവനും, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആണും പെണ്ണും, അടിമയും ഉടമയും, ഇനി ആരെ ബാക്കി? എല്ലാവരും കൊടുക്കണം. ഫറല്ലാക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും. ഒരാളും ഒഴിവില്ലായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഷർത്ത് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം വെക്കാനുള്ള സംഗതി അവിടെ നിർത്തിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കായില്ലാത്തത്? എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കാളികളാവണം എന്ന് തന്നെയാണ് ഈ വളരെ ശക്തമായി പറയാനുള്ളത്. എന്തൊക്കെ കൊടുക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ധാന്യങ്ങളൊക്കെ അവർ കൊടുത്തിരുന്നു. എപ്പോഴാണ് കൊടുക്കേണ്ടത്? പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം. പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ ആരംഭിച്ചാൽ അതിനുശേഷം പിന്നെ നിങ്ങൾ എത്ര കൊടുത്താലും അത് സക്കാത്തുൽ ഫിത്ർ ആവില്ല. അപ്പോൾ 2 ദിവസവും 1 ദിവസമൊക്കെ മുമ്പ് കൊടുക്കാൻ പാടുണ്ടോ? അതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. യുഖ്രിജു സക്കാത്തഹു കാന ഇബ്നു ഉമർ യുഖ്രിജു സക്കാത്തഹു ഇലൽ മുസല്ല ഖബ്ല അൽ ഫിത്ർ ബിയൗമിൻ ഔ യൗമൈനി ഔ 3.
അൻ കുല്ലി സഗീരിൻ വകബീരിൻ ഹിർരിൻ ഔ മംലൂക്കിൻ, എല്ലാവരിൽ നിന്നും ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ മുമ്പ് വരെ ഇബ്നു ഉമർ ഈ സക്കാത്തുൽ ഫിത്ർ പിരിച്ചിരുന്നു. പിരിക്കാനുള്ള സൗകര്യത്തിനനുസരിച്ചാണത്. പഴയ കാലത്തെ പോലെ ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട്. മാസം കണ്ടു എന്നുറപ്പിച്ചതിന് ശേഷം ചൂട്ടും കത്തിച്ച് സക്കാത്തുൽ ഫിത്റിന് വേണ്ടി പരക്കം പായുന്ന വല്ലാത്തൊരു കാഴ്ച കുട്ടിക്കാലത്ത് ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ചതാണല്ലോ. അതിൽ നിന്ന് നമ്മളൊരു മാറ്റമുണ്ടാക്കി. അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കിയത് എങ്ങനെയായിരുന്നു അറിയോ? എന്താണോ വീട്ടിലുള്ളത് ആ ധാന്യമണികളിൽ നിന്ന് ഉള്ളതെന്ന് കൊണ്ടുവരിക. കുറെ ആൾക്കാർ നെല്ല്, കുറെ ആൾക്കാർ ഗോതമ്പ്, കുറെ ആൾക്കാർ മൂടരി, കുറെ ആൾക്കാർ പച്ചരി, എല്ലാം കൂടി കലക്കിയിട്ട് ഒരു അങ്ങനെയാണ് ഒരു പരിഷ്കരണം ആദ്യം വന്നത്. ഇപ്പോൾ വളരെ വൃത്തിയുള്ള ഒരു സംവിധാനം ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്ക് കൊടുക്കാനുള്ള കാശ് ഇന്ന് തറാവീഹ് വരെ അതിന് സമയമുണ്ട്. ഇന്ന് തറാവീഹ് നമസ്കാരത്തിന് ശേഷം വരെ സമയമുണ്ട്. കൊടുക്കാൻ കഴിയാത്ത ആളുകൾ എന്നൊന്നില്ല എന്ന എൻ്റെ പക്ഷം. അതുകൊണ്ട് 100 രൂപ വെച്ച് ഓരോരുത്തർക്ക് പെർ ഹെഡ് 100 രൂപ വെച്ച് അത് ഉത്തരവാദപ്പെട്ട ആളുകളെ ഏൽപ്പിക്കണമെന്ന് സൂചിപ്പിക്കാനുള്ളത്. സക്കാത്തുൽ ഫിത്ർ നൽകുന്നതോടുകൂടി ഏറെക്കുറെ ഈ നോമ്പിൻ്റെ ചടങ്ങുകളൊക്കെ അവസാനിക്കുകയാണ്. നിഷ്കളങ്കമായ പ്രവർത്തനങ്ങളുമായി പിന്നെയും മുമ്പോട്ട് പോകാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് ദിവസം യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം എന്നൊരു ദിവസത്തെ മനസ്സിലിങ്ങനെ ഉണ്ടാക്കുക. ശവ്വാലിൻ്റെ അമ്പിളി കാണും ഇൻഷാ അല്ലാഹ്. കണ്ടാൽ 29 കണ്ടാൽ നമ്മൾ പിറ്റേന്ന് ശവ്വാൽ 1 പരിഗണിക്കും. കണ്ടില്ലെങ്കിൽ റമദാനിൻ്റെ വിഷയത്തിൽ ചെയ്ത പോലെ 30 തികച്ച് ശവ്വാൽ 1 എങ്ങനെ? അതാണ് ഇതിൽ നയം. അതുകൊണ്ട് തന്നെ സൂമൂലി റുഅ്യതിഹി വ അഫ്തിറൂ ലി റുഅ്യതിഹി എന്നിടത്ത് ഊന്നുന്നു ഇസ്ലാം മതം. വളരെ ലളിതമായ ഒരു രീതി. കാണേണ്ടതില്ല, ചക്രവാളത്തിൽ ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞ ആളുകൾ തമ്മിൽ തല്ലുന്നു. എവിടെയെങ്കിലും ദുനിയാവിൽ എവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞവർ കുടുങ്ങുന്നു. മക്കയിൽ ഉണ്ടായാൽ മതി, കണ്ടാൽ മതി എന്ന് പറഞ്ഞവർ എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിൽക്കുന്നു. അപ്പോഴും നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പിൻബലമുള്ള ഒരു രീതിയുമായി നമ്മൾ മുമ്പോട്ട് പോകുന്നു. പുതിയതായി ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളൊക്കെ വഴിയിൽ വെച്ച് സങ്കടപ്പം നിങ്ങൾ കാണുന്നില്ലേ? പുറത്തേക്ക് പറയുന്ന വീമ്പല്ല അകത്തുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിലൊന്നും ടെൻഷൻ ഉണ്ടാകരുത്. ഒരു പെരുന്നാളിനെ സ്വീകരിക്കുന്നത് വളരെ മനസ്സമാധാനത്തോടു കൂടി ഒരു സമുദായം ഒന്നിച്ചാവണം. അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹാപ്പിയായി വല്ലാത്ത ആഹ്ലാദത്തിന്റെ മനസ്സോടുകൂടി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുമ്പോൾ മനസ്സിലിങ്ങനെ ആഹ്ലാദത്തിന്റെ ആമോദത്തിന്റെ 1000 പൂത്തിരികൾ ഒന്നിച്ചെരിയണം. കുറുമ്പുണ്ടാകരുത്, ടെൻഷൻ ഉണ്ടാകരുത്. എന്തിനാ അതിനൊക്കെയുള്ള അവസരം നമ്മൾ ഉണ്ടാക്കുന്നത്? വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. അമ്പിളി കണ്ടെന്നറിഞ്ഞാൽ പിന്നീട് ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പെരുന്നാൾ നമസ്കാരത്തിന് ഇമാമ് കൈകെട്ടുന്നത് വരെ ചെല്ലാം. ഈദ്ഗാഹിലേക്ക് വരേണ്ടത് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും മുഴുവനുമാണ്. നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ത്രീകളും ഈദ്ഗാഹിലെത്തണം. എന്നിട്ട് അവർ മാറി നിൽക്കണം. നമസ്കാരത്തിന് സമയത്ത് അവർക്ക് ആ ദുആയിൽ പങ്കെടുക്കാം, അവർക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നമസ്കാരത്തിന്റെ സമയത്ത് മാത്രം മാറി നിന്നാൽ മതി. ഇതോ ഒരു നാട്ടിലെ മുഴുവൻ മുസ്ലിമീങ്ങളും ഒരുമിച്ച്, മുഴുവൻ ആളുകളും ഒരുമിച്ച് ഒരു മൈതാനിയിലാണ് ശരിക്കും പങ്കെടുക്കേണ്ടത്. ചെറിയ ഈദ്ഗാഹുകൾ അവസാനിപ്പിച്ച് എല്ലാവരും കൂടി ഒരു വലിയ ഈദ്ഗാഹിൽ പങ്കെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ആലോചിക്കേണ്ടത്. തക്ബീറുകൾ ഉച്ചത്തിലാവണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുളി സുന്നത്തുണ്ട് അന്ന്. അത് പിന്നെ നമ്മുടെ ഈ മലയാളികളോട് അങ്ങനെ പറയേണ്ടതില്ല. പക്ഷേ ആ കുളിക്കും ഒരു സുന്നത്ത് കുളിയാണ് എന്ന് നെയ്യത്ത് വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. സാധാരണ കുളിച്ചിങ്ങോട്ട് പൂർണ്ണമായി പോരണ്ട. മാത്രമല്ല, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് വേണം ഈദ്ഗാഹിലേക്ക് ചെറിയ പെരുന്നാളിന് വരാൻ എന്ന് ഒരു സുന്നത്തുണ്ട്. ഏറ്റവും നല്ല വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇത് പറയേണ്ടിയിരിക്കുന്നു.
ഏറ്റവും നല്ല വസ്ത്രം അങ്ങ് ഉച്ചയ്ക്ക് ശേഷം പിന്നെ വിരുന്നു പോകുമ്പോൾ ഈദ്ഗാഹിലേക്ക് അവിടെ പിന്നെ ദാർപ്പായ മുസല്ല പിന്നെ അതൊക്കെ ചളിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2-ാം നമ്പർ ഓർ 3-ാം നമ്പർ അങ്ങനെയല്ല. ഏറ്റവും നല്ല ഡ്രസ്സ് ഏതാണോ അതാണ് ഉണ്ടാക്കേണ്ടത്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് ആശംസകൾ പറഞ്ഞുകൊണ്ട് സ്നേഹം പങ്കിടണം. പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കണം. ഉള്ള സൗഹൃദങ്ങൾ അരക്കിട്ടുറപ്പിക്കണം. ചെറിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ആഹ്ലാദത്തിന്റെ ആമോദത്തിന്റെ ദിനങ്ങളായി മാറണം. കുട്ടികൾക്ക് അവർക്ക് യോജിക്കുന്ന കളിതമാശകൾക്ക് അനുമതി നൽകണം. അതിന് വിട്ടുപോകരുന്നേ ഉള്ളൂ. അതിന് വിട്ടുപോകരുത്. ഹലാലിന്റെ ഈ അങ്ങേയറ്റത്തെ അതിരുകൾ വരെ അവർക്ക് പോവാം. ഹറാമിലേക്ക് കടക്കരുതെന്നേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഹലാലിന്റെയും പല കാര്യങ്ങളും വിനോദത്തിൽ അനുവദിക്കാറില്ല. പക്ഷേ നോമ്പിന്റെ പെരുന്നാളിൻ്റെ അന്ന് അങ്ങനെ അനുവദിക്കാം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. മദീനയിൽ പ്രവാചകൻ വന്നു. അവിടെ ആളുകൾ 2 ദിവസം ആഘോഷിക്കുന്നത് കണ്ടു. എന്താ ഈ 2 ദിവസം? ഈ 2 ദിവസം ഞങ്ങളിങ്ങനെ ഞങ്ങൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ആഹ്ലാദിക്കാൻ ആറുണ്ടായിരുന്ന 2 ദിവസമാണത്. റസൂൽ പറഞ്ഞു, ഈ 2 ദിവസം വേണ്ട, നിങ്ങൾക്ക് ഞാൻ 2 ദിവസം വേറെ തരാം. അങ്ങനെ പറഞ്ഞ ഈ 2 ദിവസങ്ങളിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആക്ടിവിറ്റി നിങ്ങൾ ഇവിടെ ചെയ്തോളൂ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ചെയ്തോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ റമളാനിനെ എന്താ പറയാ സങ്കടത്തോടെയാണെങ്കിലും പറഞ്ഞു വിടുമ്പോ അങ്ങേറ്റത്തെ ആഹ്ലാദത്തോടു കൂടി ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലത്തേക്ക് നമ്മളും നമ്മളുടെ കുടുംബവും ഒക്കെ മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ജീവിച്ചു പോക്കുവാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈദ്ഗാഹ് 7:15 നമസ്കാരം ആരംഭിക്കുക. 7:15 മുമ്പാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. കുറച്ച് റിസ്ക് ഉണ്ട് ഇനി രാവിലെ വരാൻ. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങളത് കൃത്യമായി പാലിക്കുന്നു എന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെയും ഇങ്ങനെ ഡിലേ വരുത്താതെ കൃത്യമായി നമ്മളെല്ലാവരും വന്നെത്തുന്നു എന്നതൊരു നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, സക്കാത്തുൽ ഫിത്ർ ഇനിയും കൊടുക്കാത്തവർ ഇന്ന് രാത്രി കൂടി അതിന് സമയമുണ്ട്. നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ ഒന്ന് പോയി കണ്ട് അതിൻ്റെ പുരോഗതിയൊക്കെ ഒന്ന് വിലയിരുത്തണം. കഴിഞ്ഞ ആഴ്ച തന്നിരുന്ന കവറി പലരും ഇപ്പോൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാത്ത ആളുകൾ കമ്മിറ്റിക്കാർ എത്രയും പെട്ടെന്ന് അത് ഏൽപ്പിക്കേണ്ടതാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇന്ന് റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച എല്ലാ കൊല്ലവും നമ്മൾ ഇവിടുത്തെ ഈ ഇമാമ് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കലക്ഷൻ നടത്തുക. അത് നിങ്ങളൊരു 75% ആളുകൾ അത് ഇങ്ങോട്ട് കയറി വരുമ്പം അത് നൽകിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവർ തിരിച്ചു പോകുമ്പോൾ അതുകൂടെ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. പിന്നെ വളരെ എന്താ പറയുക, മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കേണ്ട രണ്ട് പ്രാർത്ഥനകൾ 2 വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു സഹോദരൻ്റെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റലിൽ വളരെ ഗുരുതരമായ നിലയിൽ മുമ്പോട്ട് പോകുന്നു. പറക്കം പറ്റാത്ത 4 മക്കളുടെ ഒരു ഉമ്മ. വളരെ ഇഖ്ലാസോടു കൂടി ആ സഹോദരിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി സമ്പൂർണമായ ശിഫ നൽകിയിട്ട് ആ കുടുംബത്തോട്, ഭർത്താവിനും മക്കളെയും കുടുംബത്തെയും ഒക്കെ പരിചരിക്കാൻ പറ്റാവുന്ന ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചു കൊടുക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മൾ ഒട്ടുമൽ പ്രദേശത്തുള്ള മൊയ്തീൻ കോയ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം കോഴിക്കോടാണുള്ളത്. ഹോസ്പിറ്റൽ വളരെ എന്താ പറയുക, നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ കിഡ്നി, അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് എല്ലാം പ്രശ്നത്തിലും പ്രയാസത്തിലുമാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഈ 2 കേസും വളരെ നമ്മളെ സങ്കടപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന 2 കേസുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദരൻ്റെ പ്രയാസങ്ങളെല്ലാം, രോഗങ്ങളെല്ലാം മാറ്റി അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ഈ സഹോദരനും സഹോദരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇവരുടെ ഈ രണ്ടുപേരെയും പ്രാർത്ഥനകളിൽ വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നോറ്റുവീട്ടിയ നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും മറ്റുള്ള പുണ്യകർമ്മങ്ങളുമെല്ലാം അതിൻ്റെ ന്യൂനതകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന നമ്മളിൽ നിന്ന് സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലെത്തുന്ന നോമ്പുകാരി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തെ ആദരവോടെ യാത്രയാക്കുവാനും പാളിച്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ അവസാന നിമിഷം അത് പരിഹരിച്ച് സന്തോഷപൂർവ്വം റമദാനിനെ യാത്രയാക്കുവാനും അവിടെ നിന്ന് അങ്ങോട്ട് റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഈമാനിക ആവേശവും ചൈതന്യവും നിലനിർത്തുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ നമ്മളെ പഠിപ്പിച്ച ഹൃദയവിശാലതയും സഹനവും അഅ്മാലു സ്വാലിഹാത്തുകളിലുള്ള താല്പര്യവുമൊക്കെ കെടാതെ സൂക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നേരത്തെ പരാമർശിച്ച സഹോദരനും സഹോദരിക്കും അല്ലാഹു സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി തീറ്റുന്ന ആളുകളെമ്പാടുമുണ്ട്. സഹോദരിമാരാണ് ഏറെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആഫിയത്ത് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒന്നിപ്പിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശത്രുക്കളാൽ പ്രയാസം അനുഭവിക്കുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടതയനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകുമാറാവട്ടെ. സർവശക്തനായ തമ്പുരാനെ, നിന്റെ ദീൻ വിശ്വസിച്ചു പോയതിൻ്റെ പേരിൽ ആട്ടി അകറ്റപ്പെടുകയും പുറത്താക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന നിന്റെ അടിമകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, നിന്റെ സഹായം കൊണ്ട്, നിന്റെ സംരക്ഷണം കൊണ്ട് നീ അവരെ കാക്കേണമേ റഹ്മാനെ. പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലെ ഞങ്ങളുടെ അനിയന്മാർ, അനിയത്തിമാർ, അവർക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധമായ ഭവനത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടം, സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയുള്ള അവരുടെ പോരാട്ടം എല്ലാം വിജയത്തിൽ അവസാനിപ്പിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات